ഇത് ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ മുറിക്കാം. ഇന്നല്ലേ പശ ഉണ്ടോ? പശ ഉള്ള ഇല്ലയോ? അതല്ല പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പം അതേ ഉള്ളൂ. ഞാൻ മഴയത്ത് ഞാൻ എവിടെ നിന്ന് മേടിക്കാൻ? എന്നാ ഈ ശാസ്ത്രമേള? അന്നേരത്തേക്ക് മേടിക്കാം. വാ. എന്തോ പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഴയാ, ഭയങ്കര മഴ പ്രിയങ്ങളെ. മൊത്തം നനഞ്ഞു. വെറുതെ കോട്ടിട്ടേക്കോ, കണ്ടോ? കോട്ടിന്റെ സിബ് പോയി, അതുകൊണ്ട് ബട്ടൺ ഇട്ടാല് നനി. പക്ഷെ അവിടെ ഇരുന്നാല് വീണ്ടും മഴ കൂടിയ ഇരുട്ടും. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോരുന്നു. പിന്നെ എന്തോ ഇരുട്ട് മൂടി കിടന്ന എനിക്ക് പേടിയാ പ്രിയങ്ങളെ വണ്ടി ഓടിക്കാൻ. വേണ്ട, മഴയുണ്ട്. എനിക്ക് പറയാൻ വയ്യ. ഈ മഴ ചാർന്നിടത്ത് സൈക്കിളും കൊണ്ട് പോണമെന്ന് പറഞ്ഞോണ്ട് നിൽക്കും. വരും കാണും. എന്റെ കുറ്റമാണ്. അടുക്കളയിൽ ഇന്നത്തെ പണികൾ ചോറും മോരിയറിയും തോരനും ഒക്കെ ഇരിപ്പുണ്ട്. ഈ ഇച്ചിരി കിളിമീൻ മേടിച്ചത് നമ്മൾ വറക്കാനെടുത്തതിന്റെ ബാക്കി ഫ്രീസറിൽ ഇരിപ്പുണ്ട്. അത് കറി വെക്കാം. അപ്പൊ ഇന്ന് അതാണ് പണി. ഇന്നലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ചതച്ച് വെക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. നടന്നില്ല. ക്രാഫ്റ്റ് വർക്കിനൊക്കെ പോയി. പിന്നെ ഇന്നും എന്താണ്ടൊക്കെ വേണമെന്നൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഈ മഴയത്ത് എങ്ങനെ കയറാനാ കടയിലൊക്കെ? അപ്പം അമ്മമ്മയും മോനും വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഓരോന്നും സാധനങ്ങൾ പറഞ്ഞു വിടും. ചിലപ്പോൾ ഞാൻ മറന്നു പോവോ അല്ലെങ്കിൽ ഈ ഇതുപോലെ മഴയോ ഇരുട്ടോ ഒക്കെ ആകുമ്പോൾ ഇനി പോന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചില്ല എന്ന് പറയുമ്പോൾ രണ്ടുപേരുടെ മുഖം ഇത്രയാവും. പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ഒരാളെ കണ്ടു. നേരത്തെ കണ്ടിട്ടുള്ളതാണ്, വന്ന് മിണ്ടിയിട്ടുള്ളതാണ്. ഇന്ന് മെഡിസിൻ മേടിക്കാൻ വന്നത് കേട്ടോ. പിന്നെ സുഖവിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോയി. ഉച്ചയായപ്പോൾ തുടങ്ങിയ മഴയെന്ന് വെച്ചാൽ ഇടിവെട്ട് മഴ. പിന്നെ ഞാൻ ഒന്ന് കുളിക്കട്ടെ. ഇച്ചിരി വെള്ളം ചൂടാക്കി ഒന്ന് കുളിക്കാം, തണുക്കുന്നു. കരുണയോടെ സൂക്ഷിച്ചവനേ, നന്ദിയോടെ തിരുനാമത്തിൽ സദാ വന്ദനം ചെയ്തിടുന്നു. നന്ദിയോടെ തിരുനാമത്തിൽ സദാ വന്ദനം ചെയ്തിടുന്നു. തെറ്റുകുറ്റങ്ങൾ നിന്നെ
കുളിയും ജപമൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ കുറെ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് വൃത്തിയാക്കട്ടെ. വൃത്തിയാക്കി അത് ചതച്ചെടുത്തിട്ട് മീൻകറി അങ്ങോട്ട് വെക്കാം. അതിനുള്ള ചുവന്നുള്ളി എല്ലാം ഉണ്ട് ഇതിനകത്ത് കേട്ടോ. പിന്നെ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് ഒരു 2 വീഡിയോയിലെ കമന്റുകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആരൊക്കെയോ കമന്റുകൾ വായിച്ചില്ല എന്ന് പറഞ്ഞു കേട്ടോ. അവരുടെ കമന്റുകളൊന്നും ഞാൻ വായിക്കാറില്ല എന്ന് പറഞ്ഞു. ഇന്നലത്തെ ആ വീഡിയോയിൽ വന്ന കമന്റുകളാണ് ഞാൻ വായിച്ചത്. എല്ലാ കമന്റുകളും വായിക്കാൻ നമുക്ക് പ്രായോഗികമായ കാര്യമല്ലല്ലോ. ഞാൻ വായിക്കുന്നുണ്ട്, അല്ല വീഡിയോയിൽ ഇങ്ങനെ വായിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ലല്ലോ. എന്നാലും എന്റെ പ്രിയങ്ങളുടെ കമന്റുകളോടുള്ള ആ ഒരു ബഹുമാനവും സ്നേഹവും കൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചില ദിവസങ്ങളിലൊക്കെ ചില വീഡിയോസിലൊക്കെ ഇങ്ങനെ കമന്റുകൾ വായിക്കുന്നത് കേട്ടോ. എന്തോ ഒരു തളർച്ച ശരീരത്തിൽ എന്തോന്നറിയത്തില്ല. ടെറസ് വെള്ളം കെട്ടിക്കിടക്കും. അത് വീഴുന്ന സൗണ്ടാണ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നത്. മഴയൊക്കെ തോർന്നു. മുത്ത് വന്നപ്പോൾ അവിടെ കയറി കുറേ ചപ്പും പടലും എല്ലാം പായലും എല്ലാം വൃത്തിയാക്കിയിട്ടാ പോയത്. പെട്ടെന്ന് അങ്ങ് ആവും മഴ പെയ്യുന്നോണ്ടേ. മീൻകറി അങ്ങോട്ട് വെക്കാം. വെളുത്തുള്ളിയൊക്കെ എടുക്കുന്നേ ഉള്ളൂ. ഇവിടെ നമ്മുടെ അമ്പലത്തില് നവരാത്രി ഇതാവുമ്പോഴത്തേക്ക് ദശാവതാര ചാർത്ത് എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. എന്തുവാ, നേരത്തെ ഈ ദശാവതാര ചാർത്ത് എല്ലാ ദിവസവും അമ്പലത്തിൽ വൈകുന്നേരം പോയി കണ്ടിട്ടൊക്കെ ഉണ്ട്. എന്ത് സുന്ദരിയായിട്ടാ ഒരുക്കി ഇരുത്തിയേക്കുന്നറിയാം. ഭയങ്കര ഭംഗിയാണ്. ഒരു എന്താ പറയുന്നേ, അത് എങ്ങനെ അതിന്റെ ഒരു നമ്മൾക്കത് കാണുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ അത് പറയാനൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പൊ ഇത് 3ാമത്തെ ദിവസമാണ്. ഓരോ ദിവസവും ഓരോ ഭാവങ്ങളില് ദേവിയെ ഒരുക്കി ഇരുത്തും. ഭയങ്കര മൂർച്ചയെ ഇതിന്റെ അറ്റം കണ്ടോ, ഭയങ്കര ഊർത്തിരിക്കും. ഈ ഒരു മഴയും കാലാവസ്ഥയും ഈ അമ്പലത്തിലെ പാട്ടും ഇതെല്ലാം എനിക്ക് എന്തോ മനസ്സിനൊരു സുഖം. അമ്പലത്തിലെ പാട്ട് ചായ കൊടുക്കുന്നു. മഴ പെയ്താലേ എനിക്ക് വിഷമമാണ്. ചോറിനാനെ പറ്റുന്നുണ്ട്. അമ്മമ്മയും മോനോട് ഇന്ന് മഴയത്ത് ഇരുന്ന് കഥയൊക്കെ പറിച്ചില്ലായിരുന്നു. ഇന്ന് ട്യൂഷന് പോയി. ഭയങ്കര മഴയല്ലായിരുന്നു. ആ കഥ പറഞ്ഞോളില്ലേ, ഈശോ വരെ കേൾക്കുന്നു. എനിക്ക് ഏത് വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. കുക്കൂന് അന്നേരം 1-2 വയസ്സേ ഉള്ളൂ. 1 വയസ്സ് തന്നെ ഉണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പൊ ഞങ്ങള് കൊച്ചോളുടെ അച്ഛൻ വിജയമാമന് എന്താ അൾസർ കൂടിയിട്ട് ബ്ലഡ് ഛർദിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അപ്പൊ ഞങ്ങള് കാണാൻ പോയി. അന്നേരം ഇതുപോലെ മഴയാണ്, ഭയങ്കര മഴയാണ്. അപ്പൊ ഞാന്, ആങ്ങള, മാമി, ഇവിടുത്തെ കുക്കുവിന്റെ അമ്മ, കുക്കു, പിന്നെ കുക്കുവിന്റെ വല്യമ്മച്ചിയുടെ മോളുണ്ട് അർച്ചന, ഞങ്ങളെല്ലാരും കൂടെ മാമനെ കണ്ടിട്ട് ഇറങ്ങിയപ്പോ പപ്പ ഞങ്ങൾക്കൊരു ഓട്ടോ വിളിച്ച് ഞങ്ങളെ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഒരു ഓട്ടോ വിളിച്ച് കയറ്റി. ഭയങ്കര മഴയാണ്. പപ്പ അന്ന് അവിടെ ഹോസ്പിറ്റലിനടുത്തൊരു ഹോട്ടലിലായിരുന്നു ജോലി. പപ്പ ഹോട്ടലിൽ ജോലിക്കാരനായിരുന്നു എന്റെ പപ്പ. അപ്പൊ ഞങ്ങള് ചെന്ന് മാമനെ കണ്ടിറങ്ങിയപ്പോ പപ്പ ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങളെ കയറ്റി വിട്ടു. അപ്പൊ ഈ ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ വീട്ടിലോട്ട്. അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിലോട്ടൊരു വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്. അങ്ങോട്ട് പോയതാ എല്ലാരും കൂടെ. അങ്ങോട്ട് ചെന്ന് ഒരു വളവ് തിരിഞ്ഞ് മെയിൻ റോഡിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന ഒരു വളവുണ്ട്. ആ വളവ് തിരിഞ്ഞപ്പോഴത്തേക്ക് ഒരു KSRTC ബസ് വന്ന് ഈ ഓട്ടോയിൽ ഇടിച്ചിട്ട് ഓട്ടോ തവിട്ട് പൊടിയായി. തവിട്ട് പൊടി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒറ്റ മനുഷ്യർ പോലും ഓടി വന്നില്ല. കാരണം അതിനകത്തുള്ള ഒരാൾ പോലും ജീവനോടുണ്ടെന്ന് ആ ആക്സിഡന്റ് കണ്ടാൽ തോന്നത്തില്ല. അപ്പൊ അങ്ങനെ പിന്നെ ഞങ്ങള് ഞാനും ആങ്ങളെയൊക്കെ വെളിയിൽ ഇറങ്ങുന്നത് ഓട്ടോക്കകത്തുനിന്ന് ഇറങ്ങിയ സമയത്ത്
എല്ലാവരും കൂടെ ഓടി വന്നു. അങ്ങനെയാണ് മാമിയുടെ കൈ, ആ ആക്സിഡന്റിലാണ് മാമിയുടെ കൈ അങ്ങനെ ആക്കിയത്. മാമിക്ക് സ്പൂൺ വെച്ചാണ് മാമി കഴിക്കുന്നത്. ഈ വലത്തെ കൈ ഇവിടെ വരെ വരത്തുള്ളൂ. അതെന്താ വെച്ചാല് കൈയുടെ കുഴ തെറ്റിയിട്ടുണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇങ്ങനെ പിടിച്ചിടത്തില്ലേ, പിടിച്ചിട്ട സമയത്ത് എന്തോ ഒരു ഡിസ്ലൊക്കേഷൻ ആയി. അത് എന്നിട്ട് അങ്ങനെ ഇരുന്ന് പ്ലാസ്റ്റർ ഇട്ട് അങ്ങനെ അങ്ങ് ഉറച്ചു പോയി. പിന്നെ പ്ലാസ്റ്റർ ഒക്കെ എടുത്തപ്പോൾ മാമിക്ക് കൈ നോക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇവിടെ വരെ വരത്തില്ല. പിന്നെ അതിന് കുറെ ആയുർവേദ മരുന്നുകളൊക്കെ ചെയ്തൊക്കെ നോക്കി, പിന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അതങ്ങനെ ശരിയാകണമെന്ന്. പിന്നെ അതിനൊന്നും മെനക്കെട്ടില്ല. മാമി ആ കൈ കൊണ്ട് അങ്ങ് നടന്നു. വിജയമാനല്ല, വിജിമാമൻ. മാമനല്ലേ കൂക്കു കുഞ്ഞാണ് എന്റെ മടിയിലിരിക്കും. കൂക്കു ആങ്ങളെ തൊട്ടടുത്ത് ഇപ്പോൾ അർച്ചനയുണ്ട്. അർച്ചനയും കുഞ്ഞാണ്. അവൾക്ക് 4-5 വയസ്സ് കാണും അവൾക്ക്. ഈ ഇത്രയും കുഞ്ഞിപ്പിള്ളേരും ഞാനെന്ന് 5ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുവോ, ആങ്ങളെ 4ാം ക്ലാസ്സിൽ. അപ്പൊ ഈ കുഞ്ഞിപ്പിള്ളേരെല്ലാം ഈ ഓട്ടോയ്ക്കകത്തുണ്ട്. അപ്പൊ അത് എന്തുവാ ബസ് വന്ന് ഇടിച്ചിട്ട് ഇത് തെറിച്ച് ഒരു മൂലക്കോട്ടങ്ങ് പോയി. ഒന്നും കിട്ടിയില്ല ഓട്ടോ. ഒരു അപകടത്തിൽ നിന്ന് നമ്മളിങ്ങനെ വന്നതാണ്. എന്നും ഞങ്ങൾ അതിൽ പോകുമ്പോഴെല്ലാം ആ ഒരു സമയത്തെ പറ്റി ഓർക്കാതെ കടന്നു പോകാൻ പറ്റത്തില്ല. ഞാനൊരു ഓറഞ്ച് കളറിലെ പാവാട, സിൽക്ക് ഇങ്ങനെ ഗ്ലിറ്ററിങ് ഉള്ള പാവാടയില്ല, ആ പാവാട വെൽവെറ്റിന്റെ ഒരു ഓറഞ്ച് പാവാട അമ്മ തയ്ച്ചതാണ്. ഒരു നേവി ബ്ലൂ കളറ് ടോപ്പും ഒക്കെ ഇട്ടുകൊണ്ടാണ് മാമയെ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു ഡ്രസ്സ്. അങ്ങനെ അത്രയും വലിയൊരു അപകടത്തിൽ രസപ്പെട്ടത് കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ. അരപ്പൊക്കെ റെഡിയായി. മീൻ കുഞ്ഞുങ്ങളെ പെറുക്കിയിടട്ടെ. എല്ലാം കഴുകി വൃത്തിയാക്കി മോനിക്കുട്ടൻ കേട്ടോ. മീൻ കറിയപ്പോഴത്തേക്ക് വെന്തു. ചോറൊക്കെ ചൂടാക്കി. മോനിക്കുട്ടന് രാവിലത്തെ കുഞ്ഞനപ്പവും കറി ഇരിപ്പുണ്ട്, അത് മതി എന്ന് പറഞ്ഞ്. എനിക്ക് ആ ചോറും മീൻ കറിയും കുറേശ്ശെ അത് ഞാൻ അരച്ചെടുക്കട്ടെ. അരച്ചു വെച്ചിട്ട് അത്താഴം പൾസ്. ഈ പാത്രത്തിലാണ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ അരച്ചിട്ട് ചിലർ ഇതിനകത്ത് സൺഫ്ലവർ ഓയിലൊക്കെ മിക്സ് ചെയ്ത് വെക്കും കേടാകാതിരിക്കാന്. ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ. പക്ഷെ ഞാൻ അങ്ങനെ ഓയില് ചേർക്കത്തില്ല. ചിക്കൻ കൊണ്ടുവന്നാലും മീൻ കൊണ്ടുവന്നാലും ഇതല്ലയോ പ്രശ്നം. ഹലോ, എന്തുവാടാ? ചോറ് വിളമ്പുമായിരുന്നു മക്കളെ. കഴിച്ചോ? എന്തുവാ കിടക്കുമായിരുന്നു? എന്തുവാ? എന്താ പനിയാന്നോ നിനക്ക്? അവരൊക്കെ പോയോ? കഴിക്കാൻ വിളമ്പുമായിരുന്നു. ചോറ് കഴിച്ചോ? പോയോ? മരുന്ന് കഴിച്ചോ? മരുന്ന് കഴിച്ചോ?
ഉം. കൂട്ടാന് കിളിമീൻ കറി വെച്ചു, തോരനും മോരുകറിയും ഉണ്ട്. മോനുകുട്ടൻ അപ്പം കഴിക്കുന്നു. നമ്മുടെ ബീട്രൂട്ട് തോരൻ ഇന്നലെ അമ്മ വെച്ച തോരനായിരുന്നു കേട്ടോ. ഇനി ഇച്ചിരി കിളിമീൻ കറി ഒഴിക്കാം. കിളിമീൻ ഞാൻ മുറിച്ചില്ല, മുറിച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് പൊടിഞ്ഞു പോകും. അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങിട്ട് കറി വെച്ച് കേട്ടോ. പിന്നെ മോരുകറി ഒഴിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. കഴിക്കട്ടെ പ്രിയങ്ങളെ. എല്ലാവരോടും നിറയെ സ്നേഹം. നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.